തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് ചൂടിൽ സംസ്ഥാനം 2 ഘട്ടമായാണ് വോട്ടെടുപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഡിസംബർ 9-നും, തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഡിസംബർ 11-നും പോളിംഗ് ബൂത്തിലെത്തും. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. നവംബർ 21-നാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 2,84,30,761 പേരാണ് ആകെ വോട്ടർമാർ. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ തെരഞ്ഞെടുപ്പ് പിന്നീട് നടക്കും. സംസ്ഥാനത്തെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഇത്തവണ 2 ഘട്ടമായിട്ടാണ് പോളിംഗ് നടത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 2025 ഡിസംബർ 9 ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 7 ജില്ലകളിൽ 2025 ഡിസംബർ 11 വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ്. ഡിസംബർ 9-നും ഡിസംബർ 11-നും 2 ഘട്ടമായി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും പോളിംഗ്. വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് 2025 ഡിസംബർ 13 ശനിയാഴ്ചയാണ്. തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി 2025 ഡിസംബർ 18. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. മട്ടന്നൂർ ഉൾപ്പെടെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പെരുമാറ്റച്ചട്ടം ബാധകമാണ്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് വിജിനും ഒപ്പം സുലൈസക്കും, കൊച്ചിയിൽ നിന്ന് MK ഷുക്കൂർ, കോഴിക്കോട്ട് നിന്ന് മുഹമ്മദ് അസ്ലം എന്നിവർ. ആദ്യം വിജിനിലേക്ക്. വിജിൻ, കാത്തിരുന്നതാ തീയതി കുറിക്കപ്പെട്ടിരിക്കുന്നു. 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു. അപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനായി എത്ര കണ്ട് സജ്ജമാണ് ആദ്യം ഇലക്ഷൻ കമ്മീഷൻ, പിന്നീട് സംസ്ഥാനം? സൈഫുദ്ദീൻ, എന്തായാലും ഇനി 1 മാസക്കാലം സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലമാണ് എന്ന് തന്നെ പറയാം. 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണങ്ങൾക്കാണ് സമയം ഉണ്ടാവുക. എന്തായാലും ഇന്നു മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയത്. നവംബർ 14-ാം തീയതിയാണ്, വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങുക. ഒപ്പം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അത് നവംബർ 21 വെള്ളിയാഴ്ചയാണ്. നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നടക്കുക നവംബർ 22-നും. സ്ഥാനാർത്ഥിത്വം പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24-നുമാണ്. ഡിസംബർ 9-നാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക. 7 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, ഒപ്പം തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ആദ്യഘട്ടമായി വെള്ളിയാഴ്ച ഡിസംബർ 9-ന് വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുക. 2ാം ഘട്ടം അത് ഡിസംബർ 11-നാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഡിസംബർ 11-ന് തെരഞ്ഞെടുപ്പ് നടക്കുക. ഡിസംബർ 13-ന് രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ നടക്കുക. 2025 ഡിസംബർ 18-ാം തീയതി വ്യാഴാഴ്ചത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഒക്കെ പൂർത്തീകരിക്കേണ്ട ദിവസമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിനിടയിൽ തന്നെ പുതിയ ഭരണസമിതി അധികാരമേൽക്കുകയും ചെയ്യും. എന്തായാലും മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഈ 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുക. 2.5 ലക്ഷത്തോളം വരുന്ന ഉദ്യോഗസ്ഥരാണ് 2 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ആകെ ഭാഗമായി മാറുക. അതിൽ 70,000 പേർ പോലീസ് ഉദ്യോഗസ്ഥരാണ്, സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്. സംസ്ഥാനത്തെ പോലീസ് സേനയിൽ തന്നെ ഉപയോഗപ്പെടുത്തിയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇങ്ങനെ 2 ഘട്ടമായി വിവിധ ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 2.5 കോടിയോളം വരുന്ന വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തുക എന്ന കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ നിലവിൽ വരികയും അത് മട്ടന്നൂർ നഗരസഭ ഉൾപ്പെടെയുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ബാധകമാകും എന്ന കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പിന് 48 മണിക്കൂർ മുമ്പ് മുതൽ മദ്യനിരോധനം സംസ്ഥാനത്ത് ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ ജില്ലകളിലും അത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ഒപ്പം തന്നെ വോട്ടെണ്ണൽ ദിവസവും മദ്യനിരോധനം ഉണ്ടാകുമെന്ന കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതികളാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്.